കേരളക്കരയെ നാണം കെടുത്തിയ ഒരു സംഭവം തിരുവനന്തപുരത്ത് അരങ്ങേറുകയുണ്ടായി. വയോവൃദ്ധനായ ഒരാളെ കെട്ടിയിട്ട് ഒരു കൂട്ടം ചെറുപ്പക്കാർ പൊതുരെ തല്ലി. ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചതാണത്രേ അയാൾ ചെയ്ത കുറ്റം. MGR എന്ന ഭൂമിയിലെ നക്ഷത്രം ഒരു സംഘടന രംഗത്തിൽ നിരായുധനായപ്പോൾ സ്ക്രീനിലേക്ക് കത്തിയെറിഞ്ഞുകൊടുത്ത തമിഴ് ആരാധകനെ കളിയാക്കി ചിരിച്ചവരാണ് മലയാളികൾ. ഇത്തരം കഥകൾ തമിഴനും ബീഹാറിക്കുമെതിരെ പറഞ്ഞു നടക്കുമ്പോൾ മലയാളിയുടെ ധൈര്യം ഞങ്ങൾ പ്രബുദ്ധരാണല്ലോ എന്നായിരുന്നു. ഇപ്പോഴും ഈ സ്വകാര്യ അഹങ്കാരം മലയാളിക്കുണ്ടോ? എങ്കിൽ അതിനു മുൻപ് ഈ കാഴ്ച കാണുക. കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ. ട്രാഫിക് നിയമം തെറ്റിച്ചു എന്ന പേരിൽ കൃഷ്ണൻകുട്ടി എന്ന വൃദ്ധനെതിരെ തിരുവനന്തപുരം ജഗതിയിൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ കാണിച്ചുകൂട്ടിയതാണിത്. ഭയം തോന്നുകയാണ്. എന്താ നമ്മുടെ നാടിന് സംഭവിക്കുന്നത്? എന്താ നമ്മുടെ ആളുകൾക്കൊക്കെ സംഭവിക്കുന്നത്? ഇവരാരാണ്? ഈ ഒരു ജനക്കൂട്ടം പെട്ടെന്ന് അങ്ങ് പ്രാകൃതമായ ഒരുമാതിരി ഭ്രാന്ത് പിടിച്ചതുപോലെയൊക്കെ കാണിക്കുന്നത് തിരുവനന്തപുരത്ത് പകൽ സമയത്ത് പ്രായമായൊരു മനുഷ്യനെ കുറേ പേരിവിടെ വളഞ്ഞു വെച്ച് ഇത്ര മോശമായിട്ട് ഉപദ്രവിക്കുന്ന കാണുമ്പോൾ വാസ്തവത്തിൽ ഇത് എങ്ങോട്ട് പോകുന്നെന്ന് അറിഞ്ഞൂടാ. അങ്ങ് ഒറ്റപ്പടി വല്ലാതെ അസ്വസ്ഥമാകും. എന്തും ചെയ്യും നമ്മൾ. ഇതാണോ മലയാളിയുടെ പ്രബുദ്ധത? നമ്മൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു 10-50 കൊല്ലം മുൻപ് കോളേജ് പഠിക്കുന്ന കാലത്ത് യുവതികൾ വെളുപ്പാങ്കാലത്ത് ഈ നിർമ്മാല്യം തൊടാനായിട്ട് ശ്രീകണ്ഠേശ്വരത്ത്, ഋഷിമംഗലത്ത്, ആറ്റുകാലൊക്കെ പോകും. അവരെ എല്ലാം താലി പറിച്ചിട്ടല്ല പോകുന്നത്, ആഭരണങ്ങൾ കിട്ടുന്നത് തന്നെയാണ് പോകുന്നത്. അന്ന് അവർക്കുണ്ടായിരുന്ന സുരക്ഷിതത്വ ബോധം ഇന്നിവിടെ പോയി. ഒരുതരം മനോരോഗമായി മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ. ഹൃദ്രോഗിയായ അച്ഛന്റെ പ്രായമുള്ള മനുഷ്യനെ ഇങ്ങനെ തല്ലിച്ചതയ്ക്കുന്നത് മനോരോഗമല്ലാതെ മറ്റെന്താണ്? ഇതിനകത്തൊരു ക്രൗഡ് സൈക്കോളജി ഇൻവോൾവ് ആണ്. എന്ന് വെച്ചാൽ ഇപ്പം ആളുകൾ ഒറ്റയ്ക്ക് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് റാഷണലായിട്ട് ചിന്തിക്കും. ഇപ്പോൾ ഒരു ക്രൗഡ് ആകുന്ന സമയത്ത് ആ ക്രൗഡ് ഇറാഷണലാകും. പിന്നെ വാഹനങ്ങൾ കത്തിക്കും, അതുപോലെ തന്നെ മറ്റു വിധത്തിലുള്ളതായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും. കാരണം അവരെല്ലാം ഒറ്റക്കെട്ടായിട്ട് ഒരു ഇറാഷണൽ മൈൻഡാണത്. അപ്പോൾ അതുകൊണ്ട് സംഭവിച്ചിട്ടുള്ളതാണിത്. ട്രാഫിക് നിയമം തെറ്റിച്ചെന്നും മദ്യപിച്ചെന്നുമാണ് കൃഷ്ണൻകുട്ടിക്കെതിരെ ജനക്കൂട്ടത്തിന്റെ ആരോപണം. ഇത് സത്യമാണെങ്കിൽ തന്നെയും ഇതിനെതിരെ നടപടിയെടുക്കേണ്ടത് ഇവിടുത്തെ നിയമപാലകരല്ലേ? ഇത് ഭീരുത്വം കൂടിയാണ്. ഒറ്റയ്ക്ക് അവരാരും ഇതിനൊന്നും പോകില്ല. ഇപ്പോൾ അൽഫോൺസൊക്കെ പറഞ്ഞതുപോലെ ഈ ഒരു ക്രൗഡായിട്ട് വരുമ്പോൾ ഭയങ്കര വീരന്മാരാണെന്ന് ഭാവിക്കും. പിന്നെ ഈ ചാനലിൽ കൂടെ മുഖം കാണിക്കാനും ഇഷ്ടമാണ്. വീരത്വമുണ്ടല്ലോ, കയ്യിലൊരു ചൂലൊക്കെ എടുത്തിട്ട് പ്രായമായൊരു മനുഷ്യനെ വീണ്ടും 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 തല്ലുന്നതിനൊക്കെയുള്ള ആ ഒരു നീചമായ, ക്രൂരമായ, ഏറ്റവും പ്രാകൃതമായ ആ ഒരു മനോഭാവം. ആൾക്കൂട്ടത്തിൽ ആളാവാൻ ശ്രമിച്ചവർ മറന്നുപോയ ഒന്നുണ്ട്. ഇദ്ദേഹത്തിനുമുണ്ടൊരു കുടുംബം. ഈ കാഴ്ച കണ്ടാൽ നെഞ്ചുപിടയുന്ന ചിലർ. മനസ്സിലായി
മനസ്സിലായില്ല. ഇങ്ങനെ അടുത്തിട്ട് അടിക്കുന്നതും ആൾക്കാർ കാണുന്നത് കൊണ്ട് അങ്ങനെ നിലവിളിച്ചുകൊണ്ടാണ് എൻ്റെ മോളെ അവിടെ നിർത്തിയിട്ട് മോനും അനിയനുമായിട്ട് അനിയനെ വീട്ടിൽ നിന്നാണ് വരുന്നത്. കഴിക്കാൻ വയ്യ കിടക്കണ്ട് രാഗമൊക്കെ കിടകിട വിറയ്ക്കുകയാണ് ചെയ്യുന്നത്. പോലീസ് സ്റ്റേഷൻ കൊണ്ടുവന്നെങ്കിൽ അവർ കൊന്ന് തിന്നിട്ട് ആൾക്കാർ പോലീസ് ട്രാഫിക്കിലും അവിടെ ഉണ്ടായിരുന്നല്ലോ ആൾക്കാർ. ഒടുവിൽ പോലീസ് എത്തി കൃഷ്ണൻകുട്ടിയെ കസ്റ്റഡിയിലെടുത്തു. മദ്യപിച്ച് വണ്ടി ഓടിച്ചതിന് അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയും ചെയ്തു. തെറ്റ് ചെയ്തതിന് ശിക്ഷിക്കപ്പെടണം. പക്ഷേ നിയമം കയ്യിലെടുത്ത നരാധവന്മാരെ മാതൃകാപരമായി ശിക്ഷിക്കുകയും വേണം. ഇവരെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിലും മണിക്കൂറുകൾക്കകം ജാമ്യത്തിൽ വിട്ടയച്ചത് ദുരൂഹമാണ്. എന്തായാലും നമ്മുടെ മാന്യതയുടെ മുഖം മൂടിയാണ് തലസ്ഥാന നഗരിയിൽ അഴിഞ്ഞു വീണത്. എവിടെയാണ് മലയാളിക്ക് പിഴച്ചത്? ഒന്നിനെയും ബഹുമാനിക്കാൻ കഴിവില്ലാതെ, ഒരു മൂല്യത്തോടും ഒരു കടപ്പാടുമില്ലാതെ മദ്യപിച്ച് ബോധമില്ലാതെ നടക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരായിട്ട് നമ്മുടെ സമൂഹം അധപ്പതിക്കുകയാണ്. ദൈവത്തിന്റെ നാട്ടിൽ നിന്നും കാട്ടാളന്റെ നാട്ടിലേക്കുള്ള ഒരു യാത്രയിലാണ് കേരളം. ബീഹാറിയും തമിഴനും നമ്മളെക്കുറിച്ച് തമാശ കഥകൾ പറയുന്ന കാലം വിദൂരമല്ലെന്ന് ഓർത്തുകൊള്ളുക. നമ്മുടെ ചെറുപ്പക്കാർ ഇത്ര വേഗം ക്ഷുഭിതരാകുന്നതും അക്രമങ്ങൾ നടത്തുന്നതും എന്തുകൊണ്ടാണ്? മനസാക്ഷി നഷ്ടപ്പെടുന്ന സമൂഹമായി മാറുകയാണോ കേരളം? വ്യക്തികളെപ്പോലെ ഇവിടെ സമൂഹ മനസ്സിനും ചികിത്സ അനിവാര്യമായിരിക്കുന്നു.